ചേച്ചി വിളമ്പിക്കും. മോനിക്ക് എനിക്ക് വേണ്ട, എനിക്ക് വല്യമ്മ അടുത്ത് തന്നെ ഇരിക്കണം. ഞാൻ മാറില്ല, ഞാനും മാറില്ല. നീ ഇപ്പഴ അവിടെ ഇരുന്നാ മതി. നിനക്ക് നാളെ വല്യമ്മ എടുത്തിരിക്ക. ആ ശോശാമ്മേ, ആ ചാറ് കുറെ കൂടി ഇങ്ങോട്ട് ഒഴിക്ക്. നീ എന്നോട് ഇങ്ങനെ ഭക്ഷണം കാണിച്ചാലോ? കൊച്ചു പിള്ളേരെക്കാൾ കഷ്ടമാ. ആ അത് കൊള്ളാം. അമ്മയല്ലേ എന്നെ ഇപ്പൊ ഉണ്ണിക്കൊച്ചെന്ന് വിളിക്കുന്നത്. അത് പിന്നെ നീ ഇപ്പോഴും കൊച്ചു പിള്ളേരുടെ മാതിരി കളിച്ചു നടക്കല്ലേ? ആ തമ്പിയെ, ഞാൻ കുറച്ചു ദിവസമായിട്ട് പറയുന്ന കാര്യം എന്തായിടാ മോനെ? ഏത് കാര്യമാണമ്മേ? ഓഹോ, കാര്യം ഏതാണെന്ന് പോലും മറന്നു. ചേട്ടനല്ലേ വലിയ മറവിയാ അല്ലേ ഏട്ടത്തി? എടാ, ചിട്ടി ചേരുന്ന കാര്യമാ ചോദിച്ചത്. ചേരാമ്മേ. ഉണ്ണി ചേർന്നോടാ? ഉണ്ണിക്കെന്തിനാ ചിട്ടി? ഇങ്ങനെ കുട്ടിക്കളിയുമായി നടന്നാ മതിയല്ലോ. അതൊരു വെപ്പായിരുന്നല്ലോ ഏട്ടത്തി. അവള് പറഞ്ഞത് നേരെ. എന്ത് കേട്ടാലും ചോറിന്റെ മുമ്പിലായതുകൊണ്ട് എഴുന്നേറ്റ് പോവുകയില്ല. തമ്പിയെ, ഉണ്ണിയുടെ കാര്യം നിനക്കറിയാമല്ലോ. നീയും അവനെ പോലെ ആയാ മതിയോ മോനെ? ചേട്ടനെന്തിനാ ചിട്ടി? ഇഷ്ടംപോലെ കാശില്ലേ കയ്യില്? എവിടുന്ന്? ആ 3000 രൂപ. ഏത് 3000? ചേട്ടന്റെ സ്ത്രീധനം കൊണ്ടുവന്നതേ. വല്ല കാര്യമുണ്ടോ ഈ വിടുവായിത്തരം പറഞ്ഞിട്ട്? വിടുവായിത്തരം അല്ലേ അവന്റെ വായിന്ന് വരത്തുള്ളൂ. ആരോട് എപ്പോ എന്ത് പറയണമെന്ന് ഇത്രയും പ്രായമായിട്ടും അറിയില്ല. എന്നെ കൊത്തിയാലേ ഞാനും കൊത്തും. ഞാനും ശ്രീധനമൊന്നും കൊണ്ടുവന്നല്ലോ. നിന്നെ പ്രേമിച്ചതേ എന്റെ അമ്മയാ. ചേട്ടനെ പ്രേമിച്ചത് ചേട്ടത്തിയാ. ഈ ആണുങ്ങളെ പ്രേമിക്കുന്നതിന് പെണ്ണുങ്ങൾ കാശ് കൊടുക്കണം. പാവം ചേട്ടത്തി അവിടുന്ന് കരയുക. ചേട്ടത്തി, ഞാനൊരു പാവമല്ലേ ചേട്ടത്തി? ഞാൻ വല്ലതും പറയുന്ന കേട്ടോ ആരെങ്കിലും കരയൂ? ചേട്ടത്തി വാ, നമുക്ക് ഊണ് കഴിക്കാം. എനിക്ക് വേണ്ട. എന്നോടുള്ള ദേഷ്യം കൊണ്ടാ. ഇവിടെ നോക്കി, ഇവിടെ നോക്ക. 1 2 3 4 5 6 7 നിനക്ക് ഇതിന്റെ കുറവ്. വല്ലാത്തൊരു പിറവി തന്നെയായി ചെറുക്കൻ. ചേട്ടത്തി ഒന്നിങ്ങോട്ട് വന്നേ. ഞാൻ നിന്റെ അപ്പനല്ലേടാ. അവിടെ ഒരു മുടിഞ്ഞ ബ്ലൗസ്, കഴുത്ത് മുതുക് വരെ ഇറങ്ങണം, കൈ തോള് വരെ കേറണം. പണ്ടാരം മുടി കൊളുത്തി എന്നാ തോന്നുന്നു. എന്താ തീർന്നോ? അല്ല കൊളുത്തി. ഓ ശരിയാക്കി. അങ്ങനെ ഇരുത്തൊന്നും വേണ്ട, വേഗം അങ്ങ് തീർത്തേ. ഇത് ഞാൻ തയ്ക്കുന്ന അവസാനത്തെ ബ്ലൗസാണ് കല്യാണി. അതെന്താ? ഇവിടെ ഇരുന്ന് ബ്ലൗസ് തയ്ച്ച എന്തോ കിട്ടാനാ? ഞാൻ നിർത്താൻ പോവാ. പിന്നെ എങ്ങനെ ജീവിക്കും? ഞാനോ? ഞാൻ കോട്ടും സൂട്ടും തയ്ക്കാൻ പോവാണ്. എവിടെ പോയാലാ? അബുദാബി.
ഞാൻ പോകാത്ത എന്താണെന്നറിയാവോ? എന്താ? ഞാൻ പോയാ ഉണ്ണിച്ചായം പട്ടിണിയാവും. അങ്ങേർക്ക് ഈ കട്ടിങ് മാത്രമേ അറിയാവൂ. കൂട്ടിപ്പിടിപ്പിക്കുന്നത് ഞാനല്ലേ. ദാ. താനല്ലതാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇതെങ്ങനെ വേഗത്തിടും? എന്താ? അയ്യോ, ഇതെങ്ങനെ പറ്റി? ഞാൻ കാണിച്ചു തരാടോ. തുണി പിടിക്കാറ് മുണ്ടഞ്ഞു. എന്തോ ഒരു ബഹളം. അന്നെ ഞാൻ ഇത് കണ്ടോ അയാൾ തയ്ച്ചു വെച്ചിരിക്കുന്നത്? ദേ ഇന്നും തുണി തച്ച് നശിപ്പിച്ചോ? നിങ്ങൾ സമാധാനപ്പെടും. ഇതുപോലൊരു തുണി മേടിച്ച് ഞാൻ തന്നെ തച്ചു തരാം. 5-8 കൊല്ലമായാലോടാ നീ എന്റെ കൂടെ കൂടിയിട്ട്. ഇങ്ങനെ വേണോ തയ്ക്കുന്നത്? മേലാൽ ഈ മെഷീന് തൊട്ടു വരും. നീ പോയിക്കോ ഉണ്ണി, ഞാൻ പോവുക. ഇനി ഇവിടെ ഇരുന്നാലേ വരുന്നത് മുഴുവൻ കടമായിരിക്കും. ആശാനെ, ആശാനെ, ചേട്ടാ. ഇവനോ? ഞാൻ ആ ചെഴുത്താങ്കാക്ക പോവാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എവിടുന്നതാ? ഞാൻ മേടിച്ചതാ. ഞാൻ ആ പെണ്ണിന്റെ ബ്ലൗസ് തച്ച് നശിപ്പിച്ച് ആശാന് നഷ്ടം ഉണ്ടാക്കിയില്ലേ? അതോർത്തപ്പോ എനിക്ക് സങ്കടം വന്നു. ആ സങ്കടം തീർക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചതാ. അന്നേരം അത് വേണ്ടായിരുന്നു. ഏതായാലും മേടിച്ചു പോയില്ലേ, നിന്റെ സങ്കടം തീർക്കുക. എടുക്ക്. നീയും കുറിച്ച് കഴിച്ചോ? ആശാൻ കുടിച്ചോ, എന്നിട്ട് ഞാൻ കുടിച്ചോളാം. അതാ അതിന്റെ ഒരു മര്യാദ. ഉണ്ണേ, ഉണ്ണേ, കട അടച്ചിട്ട് നീ വീട്ടിൽ പോയില്ലേ? പോകാൻ തുടങ്ങായിരുന്നു. എന്നാ വാ. പിന്നെ നാളെ നേരത്തെ വരണേ, ഒരുപാട് ജോലിയുള്ളതാ. പിന്നെ രണ്ടും കൂടെ പേടിയുണ്ട്. ഞാൻ വീട് വരെ കൊണ്ടുവിടാ. താൻ പേടിക്കാതെ അങ്ങ് പോയാ മതി. എടാ ഉണ്ണി, ഒരു കുപ്പി കള്ളിന് ഇപ്പൊ എന്ത് വിലയുണ്ടാ? അത് കുപ്പിയുടെ വലിപ്പം പോലെ ഇരിക്കും. നീ ഇന്ന് കുടിച്ചത് എന്ത് വിലയായി? അത് നാളെ മേടിച്ചു തന്നതാ. എന്നാലും നിനക്ക് വില അറിയാലോ. 2.5 രൂപ. ഒരു ദിവസം 2.5 രൂപ വെച്ച് ഒരു മാസം എത്രയാകും? അത് കുഴഞ്ഞല്ലോ. 75 രൂപ. അപ്പൊ ഒരു കൊല്ലത്തിലോ 900. നീ കുടി തുടങ്ങിയിട്ട് 10 കൊല്ലായി. ആ കണക്ക് വെച്ച് നോക്കിയാല് 9,000 രൂപ കൊടുത്തു. ആഹാ, ഇത് പറയാനാണോ ഈ പാതിരാത്രിക്ക് ഇത്ര കഷ്ടപ്പെട്ട് കള്ളിന്റെ വില ചോദിച്ചത്? ഞാൻ വിചാരിച്ചല്ലോ ചേട്ടനും കുടി തുടങ്ങാൻ പോവാണെന്ന്. എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലേ ഉള്ളൂ. ഞാനും കൂടി അത് തുടങ്ങിയാല് നമ്മുടെ കുടുംബത്തെ ആര് നോക്കും? നമുക്ക് 4 മക്കള്. ഞാനൊരു രസത്തിന് വല്ലപ്പോഴല്ലേ കുടിക്കുന്നുള്ളൂ. എന്റെ കാലം കഴിഞ്ഞാല് കുടുംബത്തിന്റെ ഭാരം മുഴുവൻ നിന്റെ തലയിലാണ്. അന്ന് നിനക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ലെന്ന് വരും. അതുകൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. വരണം വരണം. നിങ്ങളാണോ? ഞാൻ വിചാരിച്ചു തമ്പിലാണ്. ഷാപ്പില് കള്ളു പോയി. എന്നാ ഈ കുറച്ച് പട്ടി അടിക്കാന്ന് വെച്ച് ഞാൻ പോവാ. ഇപ്പൊ തന്നെ ശരിക്കും വിട്ടിട്ടുണ്ടല്ലോ. ഇനിയും വേണോ? ഇത് വേണ്ട ഒരു കുടിയാണോ? ഞാനും നിങ്ങളുടെ അപ്പനും കൂടെ കുടിക്കൊരു കാലമുണ്ടായിരുന്നു. അതാണ് കുടി. എന്നാലേ പിള്ളച്ചപ്പോ സൂക്ഷിച്ചു പോകണം. വഴിയില് വല്ല കണ്ണൂടിയന്മാരും കാണും.
എന്താ മക്കളെ ഇത്ര വൈകിയത്? വൈകില്ലമ്മേ, 8 മണിയായതേ ഉള്ളൂ. പിള്ളേരൊക്കെ തുടങ്ങിയോ? ആ ചേട്ടത്തി എവിടെ? ചേട്ടത്തി എന്തോ? നന്നായിട്ട് പഴുത്തതാ. മകളെ മകളെ, എടാ അവരുറങ്ങുവാ, അത് അവിടെ വേണം വെച്ചേക്ക്, രാവിലെ കൊടുക്കാം. പഴംപൊരി ഇല്ലാതെ അങ്ങനെ ഇവിടെ ആരും ഉറങ്ങണ്ട. ഉണ്ണിയേ, ഇനി ഒന്ന് വായൊന്ന് പൊളിച്ച്. അത് വേണ്ട, കള്ളു കുടിച്ചോന്ന് അറിയാറില്ലേ? നീ ഇത്രയും സ്നേഹം കാണിച്ചപ്പോഴേ എനിക്ക് തോന്നി ഇന്ന് കള്ളു കുടിച്ചിട്ടുണ്ടെന്ന്. അതാ നാണപ്പം പറ്റിച്ചതാ. ആഹാ, നിന്നെ ദിവസവും പറ്റിക്കാൻ ആരെങ്കിലും കാണുമല്ലേ? പോയി കുളിക്ക്. വാ. എടാ അവള് കുളിച്ചതാ, നിന്നോടാ പറഞ്ഞത് പോയി കുളിക്കാൻ. വിളക്ക് കാണിക്കാനും വെള്ളം കോരാനും ആരെങ്കിലും വേണ്ടേ? നീ വാ. ചുറ്റും ആളുള്ളതൊന്നും ഒരു ഓർമ്മയില്ല. ഓ പിന്നെ ആർക്കും ഒന്നും അറിയാൻ പാടില്ല. 2 കൊച്ചുങ്ങളുടെ തള്ളയും തന്തയല്ലേ നമ്മള്, അല്ലേ? നീ വാ. നീ പറയണത് എനിക്ക് മനസ്സിലാവില്ല. നമ്മുടെ മക്കളുടെ ഭാവിയോർത്ത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ, നമ്മുടെ മക്കളൊന്നും അവരുടെ മക്കളൊന്നും പറയരുതെന്ന്. തന്റെ മക്കൾക്ക് സ്വന്തമായൊരു വീടുണ്ടാവണം, അവര് നല്ല നിലയിൽ വളരണം എന്നൊക്കെ സാധാരണ അമ്മമാർക്ക് തോന്നാവുന്ന ആഗ്രഹമാണ്. പക്ഷേ അത്തരം അമ്മമാരുടെ സ്വാതന്ത്ര്യം നീ എടുക്കരുത്. ഈ കുടുംബത്തിൽ ഒരു സ്ത്രീക്കും അങ്ങനെ ഒരു സ്വാർത്ഥത ഉണ്ടാവരുത്. മക്കളോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത് സാരമില്ല. പക്ഷെ നീ ഒന്നും ഓർക്കണം, ഉണ്ണിയും ഞാനും 2ആയി ജനിച്ചെന്നേ ഉള്ളൂ. ഞങ്ങൾ ഒരിക്കലും 2ആയി ജീവിച്ചിട്ടില്ല. നമ്മളും രണ്ടല്ലല്ലോ.